Hi friends, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രത്യേകതരം ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മൾ കാണുന്ന ചെമ്പരത്തി പൂവുണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു ജ്യൂസ് റെസിപ്പി ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ പലർക്കും അറിയത്തില്ല ഈ ചെമ്പരത്തി പൂ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഈസി ആയിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂവും കരിക്കും വെള്ളവുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊരു ടേസ്റ്റി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ അതിന് 2 ഗ്ലാസ് കരിക്കും വെള്ളം എടുത്തിട്ടുണ്ട്. ആ 2 ഗ്ലാസ്സിന് വേണ്ടിയുള്ള എസൻസ് ഉണ്ടാക്കാനായിട്ട് ഒരു 4 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന് വേണ്ടി ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/4 ഗ്ലാസ് വെള്ളം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യണം. അതായത് ഇവിടെ ഞാൻ 4 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവാണ്. നമ്മൾ ഈ പാൻ ചൂടാകുമ്പോൾ 1/4 ഗ്ലാസ് വെള്ളം അതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഈ ചെമ്പരത്തിപ്പൂ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യും. നമ്മൾ ഈ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് നല്ല ഔഷധ ഗുണമുള്ളതാണ്. നമുക്ക് കരിക്കിൻ വെള്ളമില്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിലും നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ ജ്യൂസ് ഉണ്ടാക്കുന്നതാണ്. നാരങ്ങ വെള്ളത്തിൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന എസൻസ് ആഡ് ചെയ്തിട്ട് ഡയബറ്റീസ് പേഷ്യൻസിനാണെങ്കിൽ ഉപ്പ് കൂട്ടി കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് ചൂടായതിന് ശേഷം നമ്മൾ അതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂ ആഡ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. നന്നായിട്ട് എസൻസ് വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വെള്ളം ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ചെമ്പരത്തിപ്പൂ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് അതിൽ നിന്ന് ആ എസൻസ് എല്ലാം വരുമ്പോഴേക്കും വെള്ളത്തിലോട്ട് അത് മിക്സ് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ എസൻസ് എടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ എസൻസൊക്കെ ഇതേപോലെ നന്നായിട്ട് റെഡ് കളറായിട്ട് വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ എസൻസൊക്കെ ഇതേപോലെ നന്നായിട്ട് റെഡ് കളറായിട്ട് വരും. അപ്പോഴേക്കും നമുക്കൊരു ആ കളർ ചേഞ്ച് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ പൂവിലുള്ള എല്ലാ എസൻസും ആ വെള്ളത്തിലോട്ട് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി വേറൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കുകയാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ കരിക്കും വെള്ളത്തിൽ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് അത്യാവശ്യം മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടുത്തെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കരിക്കും വെള്ളത്തിന് അത്യാവശ്യം മധുരമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ മധുരം ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ആഡ് ചെയ്യാം. ഈ കരിക്കും വെള്ളത്തിന് പകരം നമുക്ക് നാരങ്ങ വെള്ളമാണെങ്കിൽ അത് ഈ ടൈമിൽ എടുത്ത് വെച്ചിട്ട് ഈ എസൻസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിലോട്ട് ആഡ് ചെയ്യാം. നാരങ്ങ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി യൂസ് ചെയ്യാം. എന്ത് വേണമെങ്കിലും നമ്മുടെ നാരങ്ങ വെള്ളത്തിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്തിട്ട് ഈ എസൻസ് അതിലൂടെ ആഡ് ചെയ്താൽ നന്നായിട്ടൊരു ഹെൽത്തി ഡ്രിങ്കാണ്. നല്ലൊരു ജ്യൂസാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞാനിത് ആ ക്ലാസ്സിലോട്ട് അത് സെർവ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ഒരു ഡ്രിങ്കാണ്. നമ്മുടെ എസൻസ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യുന്നതാണ്. കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇനി അടുത്ത് വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.